മോനെ ഇർഫാനെ ഞാനീലൊരു 100 പെട്ട് വെച്ചിന് മോൻ അതെടുത്തിനാ? ഇല്ലല്ലോ, ഞാൻ എടുത്തിട്ടില്ലല്ലോ. അതേടി പോയേ. ഞാൻ തന്നെ ഇപ്പം എടുത്തു പോയിട്ടുണ്ടാവും. നീ വേറെ സ്കൂളിൽ പോകാൻ നോക്ക്, ബസ് വരാനായി. ഇതിലുള്ള ചില്ലറ പൈസകളൊന്നും കാണുന്നില്ലല്ലോ. എവിടെ പോയേ? റഫീക്ക് എന്തായാലും എടുക്കൂല. പിന്നെ പൈസ എടുപ്പോയി. ഇർഫാനെ, നീ എന്തിനാ പൈസ എടുക്കുന്ന മേശയെന്ന് ഉമ്മാനോട് ചോദിക്കാണ്ട്? സ്കൂൾ കൊടുക്കാനുമ്മ. അതിന് ഇപ്പൊ സ്കൂളിലേക്ക് പൈസ സ്പെഷ്യൽ ഫീസ് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു സ്കൂളില്. ഇനി പറഞ്ഞിട്ട് എടുക്കാവും കേട്ടാ. ചെല്ല്. ഹലോ ടീച്ചറെ, ഇർഫാന്റെ ഉമ്മയാന്നേ. ഇന്ന് സ്കൂളിലേക്ക് എന്തെങ്കിലും ഫീസ് കൊണ്ടുവരാൻ പറഞ്ഞിരുന്നാ? ഇല്ലേ? ശരി. പഠിച്ചോനെ, എൻ്റെ മോൻ വഴി തെറ്റിപ്പോയാ? ഓനെങ്ങനെ എന്നോട് നോണ പറഞ്ഞേ? എന്തിനായിരിക്കും പൈസ കൊണ്ടുപോയിട്ടുണ്ടാവുക? ഹലോ, ഇത് ഇർഫാന്റെ വീടല്ലേ? ഇത് പോലീസ് സ്റ്റേഷനാണേ. അയ്യോ, എന്താ സാറേ? നിങ്ങളെ പേടിക്കാതെ ഞാൻ ഒന്ന് പറയട്ടെ. അവൻ ഇവിടെ അടുത്ത് ആരും നോക്കാനില്ലാത്ത പാവപ്പെട്ട വീട്ടിൽ അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കും എന്നും ആഹാരം വാങ്ങിക്കൊടുക്കും. ആ വിവരം നമ്മൾ ഈ അടുത്ത സമയത്താണ് അറിഞ്ഞത്. അവനെ നേരിട്ട് കണ്ടൊന്ന് അഭിനന്ദിക്കാനും ഒരു ഫംഗ്ഷനിൽ വെച്ച് മോനെ ആദരിക്കാൻ ക്ഷണിക്കാനുമാണ് ഇപ്പൊ ഞാൻ വിളിച്ചത്. മോൻ അവിടെ ഇല്ലേ? ഇല്ല, മോന് സ്കൂൾ പോയിട്ടാളെ. എന്തായാലും ഫംഗ്ഷനിലെ തീയതി നിശ്ചയിച്ച് ഞാൻ ഒന്നുകൂടി വിളിക്കാം. ശരി സാറേ. നീ വന്ന മോനെ, നീ എന്താ ഇതൊന്നും എന്നോട് പറയാണ്ടിരുന്നേ? ആരും ഇല്ലാതെ ഒരു അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കും ഭക്ഷണം വാങ്ങിക്കൊടുക്കാൻ വേണ്ടിയിട്ടാ മോനിടുന്ന് പൈസ എടുത്തോണ്ട് പോന്നല്ലേ? മോനെന്നാ ഇതൊന്നും എന്നോട് പറയാണ്ടിരുന്നേ? ഞാനിത് പറഞ്ഞാൽ ഉമ്മ കൽമ്പൂന്ന് വെച്ചിട്ടാ ഞാനൊന്നും പറയാണ്ടിരുന്നേ. ഇല്ല മോനെ, മോൻ ചെയ്തത് നല്ലൊരു കാര്യമല്ലേ? നല്ല കാര്യം ചെയ്ത ഉമ്മ എന്തിനാ കലമ്പുന്നേ? പക്ഷെ മോൻ ഒരു തെറ്റ് ചെയ്ത് ഉമ്മാനോട് ചോദിക്കാണ്ട് ഉമ്മാൻ്റെ ബാഗിൽ നിന്നും മേശന്നെല്ലാം പൈസ എടുത്തോണ്ട് പോയി. അത് തെറ്റല്ലേ? തല പോയാലും നമ്മൾ കക്കാനും പാടില്ല, കള്ളത്തരം പറയാനും പാടില്ല. മനസ്സിലായാ? സോറി ഉമ്മ, ഞാൻ അങ്ങനെ ഒന്നും ചെയ്യൂല. സാരമില്ല, പോട്ടെ.